ശ്രീ ബൈജു, ഇത് ഒന്നല്ല പല സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജോലിക്ക് എത്തുന്നവരെ വല്ലാതെ അല്ലേ ആശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ്. ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വരുന്നത് ഏതൊരു മനുഷ്യനും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇതെന്താണ് പ്രശ്നം? നിങ്ങൾ ഈ മെഷീൻ്റെ കംപ്ലൈൻ്റ് ആണോ? എന്താണ് കാരണം? അതിപ്പോ ഇന്ന് രാവിലെ 4 മണി മുതലാണ് സർവീസ് തുടങ്ങുന്നത്. പുള്ളിയെ ഇന്ന് ടെസ്റ്റിന് വിധേയമാക്കിയത് 57ാമതാണ് പുള്ളിയെ ടെസ്റ്റിന് വിധേയമാക്കിയത്. ബാക്കി 56 പേരുടെ റീഡിങ്ങും കുഴപ്പമില്ല, 0 ആയിരുന്നു. 57ാമത് ഉള്ള ഈ പുള്ളിയുടെ റീഡിങ് 16 കാണിച്ചത് മെഷീനിൽ. അല്ല, അദ്ദേഹം ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ലാത്ത ആളാണ് എന്ന് പറയുന്നു. അത് മെഷീൻ റീഡിങ് കാണിച്ചത് 16. അപ്പൊ അത് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്ത് പുള്ളിക്ക് ഇന്ന് 16 റീഡിങ് കാണിച്ചുകൊണ്ട് ഡ്യൂട്ടിക്ക് അയച്ചിട്ടില്ല. അല്ല, ഇതിന് മുൻപും ഇതേപോലെ ഒരു പരാതി ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ശുചിത്വം അങ്ങനെ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേരും തോന്നുന്നു. അദ്ദേഹം പിന്നീട് പരിശോധന നടത്തിയപ്പോൾ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ അടിക്കടി സംഭവം ഉണ്ടാകുമ്പോൾ KSRTCയുടെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി ഒരു ശ്രദ്ധ ഈ കാര്യത്തിൽ വേണ്ടേ? ഈ മെഷീന്റെ തകരാറാണോ, അല്ലെങ്കിൽ മറ്റേ ഈ ചില മരുന്നുകൾ കഴിച്ചാൽ അങ്ങനെ മദ്യപിച്ചതായി കണക്കാക്കും, അങ്ങനെ ഉള്ള രീതിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ ഒരു ഓർഡർ ഉള്ളത് രണ്ടാമത് അങ്ങനെ വീണ്ടും വിധേയമാക്കണ്ടെന്നുള്ള ആണ് വന്നത്. അപ്പൊ അതനുസരിച്ച് 16 കാണിച്ചുകൊണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് അയച്ചിട്ടില്ല. അതാണ്. അല്ല, ഇതിലിപ്പോ KSRTCയിൽ ഇപ്പൊ ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് ഒരാൾ തർപ്പിച്ചു പറഞ്ഞാൽ വൈദ്യപരിശോധന നടത്തിയത് ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഇല്ലേ? നിലവിലിപ്പോ അത് നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല. അല്ല, ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപിക്കാത്ത ഒരാൾ മദ്യപിച്ചു എന്ന് കണ്ടെത്തിയാൽ അത് അയാൾക്കുണ്ടാക്കുന്ന മാനഹാനി വളരെ വലുതാണല്ലോ. ഒരു ദിവസം ജോലിക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമല്ല, അയാൾക്കുണ്ടാകുന്ന മാനഹാനിയും വളരെ വലുതാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇത് മുമ്പ് ഇതുപോലെ ഹോമിയോ മരുന്ന് കഴിച്ച ഒരു ഡ്രൈവർ ഇതുപോലെ ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ കുടുങ്ങി ട്രിപ്പിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു. അത് വലിയ വിഷയമായി. ഇതായിപ്പോൾ രണ്ടാമത്തെ ഒരു വിഷയവും കൂടി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറെ കൂടി വ്യക്തതയുള്ളൊരു പരിശോധന വേണം എന്ന് നിങ്ങളടക്കം സർക്കാരിൽ അല്ലെങ്കിൽ KSRTC മാനേജ്മെന്റിൽ ആവശ്യപ്പെടുമോ? എനിക്കൊന്ന് പറയാൻ പറ്റില്ല. നമുക്ക് റീഡിങ് കാണിക്കുകയാണെങ്കിൽ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നിർദ്ദേശമാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ അത് ഞാൻ അനുസരിച്ചെന്താണ്. അല്ല, അദ്ദേഹം ആവശ്യപ്പെട്ട വീണ്ടും പരിശോധന നടത്തണമെന്ന് അതെങ്കിലും മുകളിലെ ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. തൊട്ട് മുകളിലുള്ള ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്. പുള്ളി അവിടെ നിന്നുള്ള നിർദ്ദേശം നമുക്ക് ഈ ഓർഡർ പ്രകാരം ഈ റീഡിങ് ഉള്ളതുകൊണ്ട് തുടർന്ന് ഡ്യൂട്ടി അയച്ചിട്ടില്ല. തീർച്ചയായും. ഇദ്ദേഹം അതിപ്പോൾ താങ്കൾ സ്റ്റേഷൻ മാസ്റ്ററാണ്. അപ്പോൾ ഈ ഡ്രൈവറെ നല്ല പരിചയം ഉണ്ടാവുമല്ലോ. പുള്ളി മദ്യപിക്കുന്ന ആളാണോ അല്ലെങ്കിൽ ആളല്ല എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? അതറിയത്തില്ല. നമ്മളിങ്ങനെ മൊത്തത്തിലൊരു അതറിയാൻ വയ്യ. ഓക്കെ. മുമ്പ് എപ്പോഴെങ്കിലും ഒരു പരാതി ഈ ഡ്രൈവർക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ? പുള്ളിക്ക് അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. ശരി ശരി. അദ്ദേഹം സ്റ്റേഷൻ മാസ്റ്ററാണ്, അദ്ദേഹത്തിന് അത്രേ പറയാനും കഴിയുള്ളൂ. പക്ഷേ ഒരാൾ എൻ്റെ വൈദ്യപരിശോധന നടത്തണം, ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് വാശി പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മദ്യപിച്ച ഒരാൾ എന്തായാലും വൈദ്യപരിശോധന നടത്തൂ എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോവില്ലല്ലോ.